അതായത് പുലിക്കളി എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായിട്ടുള്ള സംഭവമാണ് പുലിക്കളി എന്ന് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം, തൃശ്ശൂർ പൂരം ഇങ്ങനത്തെ സമയത്തേക്കാണ് ഈ പുലിക്കളി കൂടുതലും വരിക. ഓണത്തിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഓണത്തിനാണ് പുലിക്കളി എന്ന് പറഞ്ഞാല്. അത് ഗംഭീര പുലിക്കളിയാണ്. അതെ അതെ അതെ, പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രല്ല, പുലിക്കളി എന്ന് പറയുമ്പോൾ തന്നെ ആ ഓണ സമയത്ത് ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ പുലിക്കളിക്ക് വേണ്ടിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസ്, ഡാൻസ് രീതികള് ഫുള്ള് പുലിക്കളിനെ കുറിച്ച് പിന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ച ചെയ്യുക. ഇപ്പൊ തന്നെ കൂടുതലും പുലിക്കളിനെ കുറിച്ച് കുറെ വിവാദമായിട്ടുള്ള കുറച്ച് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പുലിക്കളി എങ്ങനെയാണ് വന്നത്, പുലിക്കളി എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ, അതായത് നമ്മുടെ ഓണത്തിന് പുലിക്കളി എന്ന സംഭവം എന്തിനാണ് കൊണ്ടുവന്നത്? അല്ലെ, വയറിന്റെ അത്രയും വലിയ വയറ് അവർക്കാണ് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുക. അത് എവിടെയെന്ന് വെച്ചാല് തൃശ്ശൂര് സ്വരാജ് റൗണ്ടില് നിറച്ചു ഇറങ്ങും പുലികളാണ് ഓണത്തിന്. 4ാം ഓണത്തിനാണ് ഇത് ഇറങ്ങാട്ടോ പുലികൾ. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ബിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശക്തൻ തമ്പുരാന്റെ കാലത്ത് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് ഈ പുലിക്കളിക്ക് തുടക്കമിട്ടത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പെയിന്റും വാർണിഷും കൊണ്ടാണ് ഈ പുലിയുടെ ചിത്രം വരയ്ക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പയറുള്ള ആൾക്ക് ഇത്ര രൂപ, അങ്ങനെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ് ശരിക്കും പറഞ്ഞാൽ. അതും മാത്രല്ല, പുലിക്കളി എന്ന് പറയുമ്പോഴത്തേനും കുറെ ആൾക്കാരുണ്ട് ശരിക്കും നമ്മുടെ ദേഹത്ത് പെയിന്റ് അടിക്കുക ചെയ്യാം. ഇവിടെ 2 കണ്ണ്, മൂക്ക്, വായായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പുലിയുടെ മുഖം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മുഖം മൂടി ഇട്ടിട്ട് ബാക്കി തൊലി പോലത്തെ ഡ്രസ് ഇടുകയല്ല. ശരിക്കും ഇവിടെ ഒക്കെ പെയിന്റ് അടിക്കുക ചെയ്യുക ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മത്സര രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രാഗം തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാൽ സാറിന്റെ സിനിമ ഇറങ്ങുകയാണെങ്കിൽ മോഹൻലാൽ സാറിന്റെ രൂപത്തിൽ ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ടുള്ള ഡാൻസ് ഒക്കെ നമ്മൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ നമുക്ക് അങ്ങനെയൊക്കെ പുലിക്കളിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് മാത്രല്ല, ഈ പുലികളിക്ക് വേണ്ടിയിട്ട് പെയിന്റ് അടിക്കും. അത് കുറെ സമയമാണ്. ആദ്യത്തെ ഒരു ട്രിപ്പ് പെയിന്റ് അടിച്ച് പിന്നെ അത് ഉണങ്ങി എന്നിട്ട് 2ാമത് അടിച്ച് അപ്പോഴാണ് ആ കളറ് കൃത്യമായിട്ട് വരില്ല. മീശ കാരണം വയറിന്റെ ഏറ്റവും വലിയ വയറുള്ള ആൾക്കാണ് സമ്മാനം. കാരണം ആ വയറ് കുലുക്കുമ്പോഴാണ് ആ പുലി ഇങ്ങനെ. ആ വയറ് കുലുക്കാന്ന് തന്നെ നിസ്സാര പണിയല്ല, ബുദ്ധിമുട്ടുള്ള പരിപാടി. കുഞ്ഞു കുട്ടികൾക്ക് പേടിയാവും കണ്ടു കഴിഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ച് എന്നിട്ട് അങ്ങനെ ആക്കുക. അപ്പോഴാണ് കുട്ടികൾ പേടിക്കുന്നത്. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുലി മാത്രല്ല ഇറങ്ങുക, ഒപ്പം തോക്കെടുത്തുള്ള വേട്ടക്കാരനുണ്ടാവും. അതായത് പുലിനെ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവരുടെ ഈ പുലിയുടെ ഒരു കളിയും അതുപോലെ തന്നെ ഈ വേട്ടക്കാരന്റെ ഒരു കളി, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് വെച്ചുള്ള കളികളൊക്കെ ആയിട്ട് നല്ല രസമാണ്. സ്വരാജ് റൗണ്ട് നിറച്ച് പുലികളെ കൊണ്ട് നിറയും 4ാം ദിവസം, അന്നത്തെ ദിവസം. പിന്നല്ലേ അത് അന്ന് അതുപോലെ 2 നൂറ്റാണ്ടുകൾക്ക് മുന്നേ തുടങ്ങി വെച്ച സംഭവം. ഇന്ന് ഒരുപാട് ക്ലബുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ. ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടി ഓരോ ടീമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പേര് കേട്ട ഒരു സംഭവമാണ് കുമ്മാട്ടി. പുലികളി പോലെ തന്നെ കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ കുമ്മാട്ടി രൂപം കണ്ട ശരി നല്ല രസമാണ്. കാരണം അവരുടെ രൂപം കണ്ടാൽ തന്നെ ഒരു പ്രത്യേകതരം രൂപത്തിൽ ഒരു വ്യാളി പോച്ച് ഭയങ്കര. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കളിക്കാൻ വേണ്ടിട്ട് കറുത്ത വേഷം കെട്ടിയിട്ട് കുറെ ടീംസ് ഉണ്ട്. അയ്യോ ശരിക്കും പേടിയാൻ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെ രൂപങ്ങൾ കെട്ടിയിട്ട്. കുമ്മാട്ടി തന്നെ പ്രധാനമായിട്ട് രൂപങ്ങളാണ്. മുഖം മൂടി കണ്ട ശരിക്കും പേടിയാവും. ഗംഭീര സംഭവമാണ്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. അത് കാണാൻ പറ്റുന്ന ആൾക്കാര് തൃശ്ശൂര് റൗണ്ട് വന്നിട്ട് അത് കാണണം. പുലികളി കാണണം. അതുപോലെ കുമ്മാട്ടി ഗംഭീര പരിപാടിയാണ്. അതൊക്കെ അടിപൊളി. ഈ ഓണ സമയത്താണ് അതിന്റെ പരിപാടികളൊക്കെ. ഈ കുമ്മാട്ടി ആണെങ്കിലും ഓണത്തിന് ചിങ്ങം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ മാസങ്ങളിലാണ് ശരിക്കും കുമ്മാട്ടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓണത്തിന് ആ സമയത്താണ് ശരിക്കും ഇതെല്ലാം രസമായിരിക്കാണ്. എല്ലാരും കാണേണ്ട സംഭവം ഒന്നുമില്ല. നിങ്ങൾ എല്ലാരും ഈ കുമ്മാട്ടി അതുപോലെ പുലിക്കളിയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അതെ, അതെങ്ങനെയുണ്ട്, രസമാണ്. അത് രസം ചെയ്ത് നമുക്ക് തന്നെ പേടിയാവും. അതെ, അടിപൊളിയാ. ഈ ഓണത്തിന്റെ 4ാം ഓണത്തിന് ഈ പുലികളി കാണാൻ വേണ്ടിട്ട് 4 ദേശത്തു നിന്നും ആൾക്കാർ വരുവാണ്. ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ മറ്റേ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിട്ട് വലിയ വലിയ ടീംസും അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരും ആ സമയത്ത്. കാരണം ഇത് കാണാൻ വേണ്ടിട്ട് ഇതൊരു പ്രത്യേക കൗതുകമാണ് ഇത് കാണാൻ.
അവരുടെ കളിയും വേട്ടയാടലും പുലിയും മറ്റേ എന്താ പറയാ ഈ തോക്ക് പിടിച്ചുള്ള വേട്ടക്കാരും തമ്മിലുള്ള ഒരു പ്രത്യേകത സ്റ്റെപ്പ് വെച്ചുള്ള കളിയും ഇതൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, അതായത് സ്വരാജ് കൊണ്ട് നിറച്ചു പുലികളാണ്, ഉള്ള പുലികളെ കൊണ്ട് നിറയും, പുലികൾ മാത്രം എന്താ രസം കാണാൻ പറയും. അപ്പൊ അത് കാണാത്തവര് കാണണത് മിസ് ചെയ്യരുത്, അത്രയും സംഭവകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് കാലമായിട്ട് തുടങ്ങിയതല്ലത്, കുറെ കാലഘട്ടമായിട്ട് പുലിക്കളി ഉണ്ട്. അത് ആലോചിക്കണം, മശപ്പഴക്കുണ്ട് പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പരസ്യങ്ങളിലായാലും ശരി പുലിക്കളിയുടെ പുലി ഉണ്ടാവും. ഓണം വന്നു കഴിഞ്ഞാല് ഓണത്തിന്റെ എല്ലാ ആഡിലും എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പൊ എസ്തറ്റിക് ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഈ മാവേലി, പുലിക്കളിയുടെ പുലി, ഓണപ്പൂക്കളം ഇതൊക്കെ ഉണ്ടാവും മെയിനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെ പിന്നെ ഇപ്പൊ ചില പരസ്യങ്ങളെ കാണാൻ പറ്റില്ലേ, അതെന്തിലൊക്കെ എന്ന് പറയുമ്പോ പുലിക്കളി ഓണത്തിന് അങ്ങനെയൊക്കെ ആഡ് കണ്ട മനസ്സിലോ അത്ര പ്രശസ്തി നിർത്തുന്ന സംഭവിച്ചിരിക്കുന്ന പുലിക്കളി എന്ന് പറഞ്ഞാൽ ഓണമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ മറ്റേ ചെണ്ട നല്ല രസമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടാസ്വദിക്കുന്നത്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കേരളത്തില്. അതെ, അങ്ങനെ തൃശ്ശൂര് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം എവിടെ തൊട്ടാലും ചെണ്ട കൊട്ട് ഇതൊക്കെ രസമായിട്ടുള്ള ഒരു രോമാഞ്ചാണ് തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞാൽ. അതെ. അപ്പൊ നമ്മളെ ഓണത്തെ കുറിച്ചും അതുപോലെ തന്നെ മറ്റേ പുലികളിയെ കുറിച്ചും അതുപോലെ തന്നെ കുമ്മാട്ടീനെ കുറിച്ചൊക്കെ ഇതൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കാണാത്തവര് കാണുക, കണ്ടവര് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.